ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് ബാറ്ററി ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പൊ കുറച്ച് പേരെങ്കിലും പറയുമായിരിക്കും ബാറ്ററി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ ബാറ്ററി യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ, കാരണം ബാറ്ററിയുടെ കറണ്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അതായത് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്, അതായത് ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വെക്കുക. ഒന്നെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ടുണ്ട്, ബാറ്ററിയുടെ സെല്ലിന് കംപ്ലൈന്റ് ആയി, അല്ലെങ്കിൽ ബാറ്ററി വർഷം കാലപ്പഴക്കം കൊണ്ട് അതിന് കംപ്ലൈന്റ് വന്നു. ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ആകും, അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരും. എത്ര പേര് ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്? കാരണം പലരും പറയുന്ന ഒരു സ്ഥിരം കംപ്ലൈന്റ് ആണ്, എന്റെ വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് ഭയങ്കര ടൈറ്റ് ആയി. ആദ്യത്തെ കുറെ നാൾ കുഴപ്പമില്ല, അതിന് ശേഷം തൊട്ടാണ് ഈ ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേരെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പം ചിന്തിക്കുമ്പോൾ തോന്നുമായിരിക്കും, ശരിയാണല്ലോ, എന്റെ വാഹനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ശരിക്കും ഇതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതും ഒരു കാരണമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി യൂസ് ചെയ്താണ് നമ്മുടെ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ കമ്പോണൻസും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ഓൾട്ടർനേറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓൾട്ടർനേറ്റർ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബാറ്ററിയാണ് ഇതിന്റെയൊക്കെ മെയിൻ പവർ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഉൾപ്പെടെ നമ്മുടെ വാഹനം റണ്ണിങ് ടൈമിൽ പോലും നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി തന്നെയാണ് ഫുൾ കൺസ്യൂം ചെയ്യുന്നത്. അതായത് ബാറ്ററിയിൽ തന്നെയാണ് കറണ്ട് കൺസ്യൂം ചെയ്യുന്നത്. കാരണം ഓൾട്ടർനേറ്ററിന് ഇടയ്ക്ക് കട്ട് ഓഫ് ചെയ്യുന്ന ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അത് അവിടെ മാറി നിൽക്കട്ടെ. ഇനി നമ്മുടെ വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂള് കാര്യങ്ങളൊക്കെ കൃത്യം 12 വോൾട്ടിൽ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 12 വോൾട്ടിന് താഴോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പവർ സ്റ്റിയറിംഗിന്റെ മോട്ടറിന്റെ കാര്യങ്ങൾക്കെല്ലാം ഭാവിയിൽ കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. വർക്കിങ്ങിൽ, അതായത് പവർ സ്റ്റിയറിംഗിന്റെ വർക്കിങ്ങിലും കാര്യങ്ങൾക്കെല്ലാം പ്രശ്നം വരും. അങ്ങനെയൊക്കെ വരുന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത്. അതുകൊണ്ടാണ് പല പവർ സ്റ്റിയറിംഗ് മോട്ടോഴ്സും കംപ്ലൈന്റ് വരുന്നതിന്റെ കാര്യം ഈ പറയുന്ന പോലെ യൂണിറ്റ്സിന്റെ പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂൾ യൂണിറ്റ്, അതായത് മൊഡ്യൂൾ എന്ന് പറയുന്ന പവർ സ്റ്റിയറിംഗ് എത്രത്തോളം തിരിയണം എന്ന് അറിയാൻ വേണ്ടി. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒരു ടോർക്ക് സെൻസർ യൂസ് ചെയ്ത് അതിന്റെ ടോർക്ക് സെൻസ് ചെയ്തതിന് ശേഷമാണ് മൊഡ്യൂളിലോട്ട് കൊടുക്കുന്നത്. ആ മൊഡ്യൂളാണ് ഇത്രത്തോളം കറക്കം കറങ്ങണം എന്നുള്ള ഒരു സിഗ്നൽ നമ്മുടെ മോട്ടറിലോട്ട് കൊടുക്കുന്നത്. അപ്പം ശരിക്കും എത്രത്തോളം കൊടുക്കണം, എങ്ങനെ കറങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആ മൊഡ്യൂളാണ് മോട്ടറിന് പവർ സപ്ലൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കറക്റ്റ് രീതിക്ക്, അതായത് 12 വോൾട്ട് കൃത്യം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ യൂണിറ്റ്സിന് കംപ്ലൈന്റ് വരും, മോട്ടറിന് പവർ സ്റ്റിയറിംഗിന്റെ മോട്ടറിന് കംപ്ലൈന്റ് വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാഹനം സർവീസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ബാറ്ററിക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാറ്ററി ഇപ്പം ഫുള്ളി ചാർജ്ഡ് അല്ല, അല്ലെങ്കിൽ ലോ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടം കുറവുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ, ഓട്ടമുള്ള വാഹനങ്ങളാണെങ്കിൽ ഓടി തന്നെ ചാർജ് കയറട്ടെ എന്ന് വിചാരിക്കുക, ഓടി തന്നെ ചാർജ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ബാറ്ററിയുടെ കാലപ്പഴക്കം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഒരു കാലാവധി കഴിയാറായിട്ടുണ്ട്, ഏകദേശം 4 വർഷത്തിന് ശേഷം, 4 വർഷമൊക്കെ കഴിഞ്ഞെങ്കിൽ അത് ടോപ്പ് ലെവലാണ്, വാഹനത്തിന്റെ ബാറ്ററി മാറി വിട്ടോണം. അത് തന്നെ പിന്നെയും റീയൂസ് ചെയ്ത് വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ കമ്പോണൻസിനോ കാര്യങ്ങൾക്കൊന്നും കുഴപ്പം വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.